ഇന്ന് രാവിലെ തന്നെ എണീറ്റത് ഇന്ന് ഓഫീസിൽ പോകാൻ പറ്റൂലല്ലോ എന്നുള്ള ആ ഒരു സങ്കടത്തോടെ കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും, ഓ ജോബിനോടുള്ള ഒരു സിൻസിയറിറ്റി എന്ന്. ഒരിക്കലുമല്ല. ഇന്ന് ഞങ്ങളുടെ ഓഫീസിൽ ഓണം സെലിബ്രേഷൻ ആയിരുന്നു. ചെറിയൊരു വീഴ്ച കാരണം ഫേസിൽ വന്ന അബ്രഷൻസും അതുപോലെ തന്നെ ബാൻഡേജും കാരണം മാത്രമായിട്ടൊന്നും ഞാൻ ഓഫീസിൽ പോകാൻ. കാരണം പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഫോട്ടോസെല്ലാം ഒന്നും നമ്മളെ ഫേസ് നേരവണ്ണം കാണിക്കാൻ പറ്റിയൊരു സാഹചര്യത്തിലല്ല ഇപ്പോൾ ഉള്ളത്. ആ ഒരു സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ സോയനോട് പറഞ്ഞു, നമുക്കിന്ന് ബിരിയാണി വെച്ചാലോന്ന്. പിന്നെ ആലോചിച്ചപ്പോൾ വല്ലാത്ത മടി തോന്നി. കാരണം ഇതൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി വരുമ്പോഴേക്കും ഒരുപാട് ടൈം വേസ്റ്റാണ്. അപ്പം ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴാണ് കുക്കർ ബിരിയാണി കണ്ടത്. എന്നാൽ പിന്നെ അത് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ആദ്യം തന്നെ ഒനിയനൊക്കെ നല്ല രീതിയിൽ തിന്നായി സ്ലൈസ് ചെയ്ത് വെച്ച്. അപ്പോഴാണ് എൻ്റെ കെട്ടിയൻ്റെ കോള് വന്നത്. എന്നോട് പറഞ്ഞു, ഇൻസ്റ്റയിലൊന്ന് കയറി നോക്ക്, ഞാൻ നിനക്കൊരു റീല് ഷെയർ ചെയ്തിട്ടുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം മുമ്പ് സോയക്ക് ഭയങ്കര താല്പര്യപ്രകാരം ലബൂബിനെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കാലം സോയ അത് യൂസ് ചെയ്തതിന് ശേഷം സോയ അത് എനിക്ക് തന്നു. പക്ഷെ എനിക്കത് ഭയങ്കര ക്യൂട്ടായി തോന്നിയതുകൊണ്ട് തന്നെ ഞാനതിൻ്റെ ബാഗിൽ കൊണ്ടു നടന്നു. പക്ഷേ അതിനുശേഷം എന്തൊക്കെയോ ബാഡായിട്ടുള്ള ഇൻസിഡൻസ് എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കെട്ടിയവൻ ഷെയർ ചെയ്ത വീഡിയോയിൽ ഈ ലബൂബുവിനെ കുറിച്ചാണ് പറയുന്നത്. ആൾ ഈ ലബൂബുവിനെ മേടിച്ചിട്ട് ആളുടെ ബാഗിൽ കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ആൾക്ക് സംഭവിച്ച ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് ആണ് ആൾ അതിൽ ഷെയർ ചെയ്യുന്നത്. ആൾക്കൊരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായി അത്ര. ഇത് കേട്ടപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര ടെൻഷനായി. ഞാനും ചിന്തിച്ചപ്പോൾ അതിനുശേഷം ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് എനിക്കും സംഭവിച്ചിട്ടുണ്ട്. ശരിക്കും ഇനി അതൊരു നെഗറ്റീവ് ഓർ തന്നെയാണോ? അത്യാവശ്യം റേറ്റ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്കതിനെ ഉപേക്ഷിക്കാൻ തോന്നില്ല. ഞാനത് മാറ്റിവെച്ചു. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ ചിക്കൻ ബിരിയാണിയിലോട്ട് വരാം. ആദ്യം തന്നെ ഒനിയൻ തിന്നായി സ്ലൈസ് ചെയ്ത് വെക്കുക, ടൊമാറ്റോ ചോപ്പ് ചെയ്യുക, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് റെഡിയാക്കി വെക്കുക. ശേഷം കുക്കർ നന്നായിട്ട് ഹീറ്റാക്കുക. ഓയിൽ ഹീറ്റായതിനു ശേഷം ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് സ്ലൈസ് ചെയ്ത് വെച്ച ഒനിയനും ആഡ് ചെയ്ത് കൊടുക്കുക. ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ അത് സോട്ട് ചെയ്യുക. കൂടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് സാൾട്ട് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യുക. ശേഷം ചോപ്പ് ചെയ്ത് വെച്ച ടൊമാറ്റോ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് കുക്ക് ചെയ്യുക. പിന്നെ കുറച്ച് ഓയിൽ കുറവുള്ളതുകൊണ്ട് കുറച്ച് ഓയിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ശേഷം ചിക്കൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് കുക്ക് ചെയ്യുക. പിന്നെ എല്ലാ സ്പൈസസും ആഡ് ചെയ്യുക. ടെർമറിക്, ചില്ലി പൗഡർ, അതുപോലെ തന്നെ ബിരിയാണി മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. ശേഷം ഇച്ചിരി വാട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് അതിലൊക്കെ കൊറിയാണ്ടർ ലീവ്സും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുക്കർ ക്ലോസ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ 2 വിസിലടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം ജീരകശാല റൈസ് നന്നായിട്ട് കഴുകിയെടുത്തു. ശേഷം കുക്കറിലെ പ്രഷർ റിലീസാക്കിയതിന് ശേഷം റൈസ് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് 2 വിസിലടുപ്പിച്ചെടുത്തു. കുക്കർ ബിരിയാണി റെഡി. സോയ കഴിച്ചതിന് ശേഷം സോയ അതിന് അഭിപ്രായം പറഞ്ഞു കേട്ടോ. Wow, yummy!